ഹല്ലേലൂയ. എൻ്റെ പ്രിയമുള്ളവരെ, മനുഷ്യ ജീവിതത്തിൽ നമ്മുടെ എല്ലാം വലിയൊരു ദുഃഖമാണ്, ഞാൻ എത്ര പ്രാർത്ഥിച്ചിട്ടും എനിക്കത് ലഭിച്ചില്ല, ഞാൻ എത്ര തന്നെ ആഗ്രഹിച്ചിട്ടും എനിക്കത് ലഭിച്ചില്ല. എൻ്റെ പ്രിയമുള്ളവരെ, മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 22-ാം തിരുവചനം, ദൈവത്തിൽ വിശ്വസിക്കൂ. പ്രിയമുള്ളവരെ, ദൈവത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ബന്ധമാണ്. ആ ബന്ധം ആഴപ്പെടുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന് ചെയ്തു തരാതിരിക്കാൻ കഴിയില്ല. എന്നോടൊരാൾക്ക് വലിയ ആഴമായ ബന്ധമുണ്ടെങ്കിൽ ആ വ്യക്തി എന്നോട് എന്ത് ചോദിച്ചാലും എനിക്ക് കഴിയുന്നുവെങ്കിൽ ഞാനത് ആ വ്യക്തിക്ക് ചെയ്തു കൊടുക്കും, സാധിച്ചു കൊടുക്കും. അതിൻ്റെ കാരണം ആ വ്യക്തിയുമായിട്ടുള്ള എൻ്റെ ബന്ധമാണ്. മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 22-ാം തിരുവചനത്തിൽ നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുക എന്ന് യേശു പറയുമ്പോൾ ആ ബന്ധത്തിൽ ദൃഢമാവുക, ആഴപ്പെടുക എന്നാണ് യേശു അർത്ഥമാക്കുന്നത്. അതിൻ്റെ 24-ാം തിരുവചനത്തിൽ വരുമ്പോൾ യേശു പറയുകയാണ്, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നത് എന്തും നിങ്ങൾക്ക് ലഭിക്കും. ഹല്ലേലൂയ. 22-ാം തിരുവചനത്തിൽ പറയുന്നു, നിങ്ങൾ ബന്ധം കാത്തു സൂക്ഷിക്കുക. 24-ാം തിരുവചനത്തിൽ യേശു പറയുന്നു, പിതാവാം ദൈവവുമായി നിങ്ങൾ ബന്ധം കാത്തു സൂക്ഷിക്കുന്നവരാണെങ്കിൽ എന്ത് ചോദിച്ചാലും, ഹല്ലേലൂയ, അത് ഇന്നത് എന്നല്ല, എന്ത് ചോദിച്ചാലും പിതാവ് നിങ്ങൾക്കത് ചെയ്തു തരും. ഹല്ലേലൂയ. എന്തും. ചിലതെന്നൊരു പദമില്ല, ചിലത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു പദത്തിലല്ല. എന്ത് ചോദിച്ചാലും, ചിലത് മാത്രം ചെയ്തു തരുമെന്നല്ല, എന്ത് ചോദിച്ചാലും പാപമൊഴികെ ദൈവഹിതമാകുന്ന, ദൈവപ്രീതിക്ക് കാരണമാകുന്ന, ദൈവമഹത്വത്തിന് കാരണമാകുന്ന എന്ത് ചോദിച്ചാലും ബന്ധത്തിൽ നിന്ന് ദൈവം നമുക്കത് ചെയ്തു തരും. ബന്ധം അത് നമ്മുടെ ജീവിതത്തെ ബലപ്പെടുത്തുന്നതാണ്, പുഷ്ടിപ്പെടുത്തുന്നതാണ്, നമ്മളെ ഉയർത്തുന്നതാണ്, മാനിക്കുന്നതാണ്. ബന്ധം, ദൈവമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിൻ്റെ ആഴത്തിൽ നിന്നാണ് ദൈവമെല്ലാം നമുക്ക് കൈമാറി തരുന്നത്. ദൈവമെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്, ദൈവം എല്ലാം നമ്മളെ പരിശീലിപ്പിക്കുന്നത്, ദൈവം നമ്മളെല്ലാം കാണിച്ചു തരുന്നതെല്ലാം ബന്ധത്തിൽ നിന്നാണ്. ഒരു സ്വർഗീയ രഹസ്യം വെളിപ്പെടുന്നത് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്നാണ്. അപ്പം നമ്മുടെ ബന്ധം വർദ്ധിക്കുമ്പോൾ ദൈവത്തിൽ നിന്നുള്ളതെല്ലാം ദൈവം നമ്മളിലേക്ക് പകരപ്പെടുവാൻ, കൈമാറുവാൻ, നമുക്ക് നൽകുവാൻ ദൈവം തയ്യാറാവും. ബന്ധം വലുതാണെങ്കിൽ നമ്മളും കർത്താവിൽ വലിയവരായി തീരുവാൻ തുടങ്ങും. ദൈവമായിട്ടുള്ള നമ്മുടെ വലുതാണെങ്കിൽ നമ്മൾ കർത്താവിൽ വലിയവരാകുവാൻ തുടങ്ങും. എൻ്റെ പ്രിയമുള്ളവരെ, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും തരും എന്ന് യേശു പറഞ്ഞിട്ട് അതിൻ്റെ 25-ാം തിരുവചനത്തിൽ, മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 24-ൽ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നത് എന്തും അവിടെ നിന്ന് നിങ്ങൾക്ക് ചെയ്തു തരും. അതിൻ്റെ 25-ാം തിരുവചനത്തിലേക്ക് വരുമ്പോൾ അവിടെ യേശു പറയുന്നൊരു പ്രഖ്യാപനം ഇങ്ങനെയാണ്, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നത് എന്തും തരാൻ കർത്താവ് റെഡിയാണ്. പക്ഷേ ആ പ്രാർത്ഥനയ്ക്കകത്ത് കണ്ടീഷനുകളുണ്ട്, നിബന്ധനകളുണ്ട്. ആ നിബന്ധന 25-ാം തിരുവചനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, നിന്റെ കടക്കാരോട് നീ ക്ഷമിക്കുന്നത് പോലെയാണ്. അപ്പോൾ ദൈവത്തിനൊരു കണ്ടീഷനുണ്ട്. നീ ഏതെങ്കിലും ഒരു അവസ്ഥയിൽ നിന്ന് ദൈവത്തോട് ഉന്നയിച്ചാൽ, ദൈവത്തോട് അപേക്ഷിച്ചാൽ, ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ദൈവം അത് ചെയ്തു തരികയില്ല. പക്ഷെ ദൈവത്തിൻ്റെ കണ്ടീഷനിൽ നിന്നാണ്, ദൈവത്തിൻ്റെ നിബന്ധനകളിൽ നിന്നാണ് നീ ചോദിക്കുന്ന, ആ യോഗ്യതയിൽ നിന്നാണ് നീ ആവശ്യപ്പെടുന്നതെങ്കിൽ അതിൻ്റെ മേൽ ദൈവം 100% അത്ഭുതങ്ങൾ നിനക്ക് വേണ്ടി, എനിക്ക് വേണ്ടി, നമുക്ക് വേണ്ടി ചെയ്തു തരും. നിന്റെ കടക്കാരോട് നീ ക്ഷമിക്കുന്നത് പോലെ. നമ്മൾ നമ്മുടെ കടക്കാരോട് ക്ഷമിക്കാതെ വെറുപ്പും വൈരാഗ്യവും വെച്ചിരിക്കുകയാണ്, ഒരു ശത്രു മനോഭാവത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ ദൈവത്തിനൊരിക്കലും, ദൈവത്തിനു വേണ്ടി, ദൈവത്തിനായി നമ്മളിൽ ഒരു അത്ഭുതം ദൈവം സൃഷ്ടിക്കില്ല. കാരണം അതിൽ തന്നെ നമ്മൾ അശുദ്ധരാണ്.
അതിൽ തന്നെ നമ്മൾ അവിശ്വസ്തരാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ അവിശ്വസ്തത നീക്കപ്പെടാത്തോടത്തോളം കാലം, നമ്മുടെ അശുദ്ധി നീക്കപ്പെടാത്തോടത്തോളം കാലം ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ പ്രവൃത്തി നമ്മളിൽ നടപ്പിലാക്കുകയില്ല. നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് ചിലത് നടപ്പിലായിട്ടില്ലെങ്കിൽ അതിൻ്റെ പല കാരണങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒന്ന്, വിശ്വാസം അഥവാ ബന്ധം നിലനിർത്തുന്നുവോ? നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ ദിനങ്ങളിലും ദൈവമായിട്ട് നിനക്കൊരു ബന്ധമുണ്ടോ? രണ്ടാമത്തേത്, നീ നിന്റെ കടക്കാരോട് അഥവാ ഈ ഭൂമിയിൽ നിനക്ക് ആരോടും വൈരാഗ്യമോ വെറുപ്പോ ഇഷ്ടക്കേടുകളോ ഇല്ലാത്തൊരു വ്യക്തിത്വത്തിൻ്റെ വിശുദ്ധ ജീവിതമാണ് നയിക്കുന്നതെങ്കിൽ, ഈ രണ്ട് നിബന്ധനകൾ നിന്റെ അകത്ത് വെളിപ്പെടുന്നുവെങ്കിൽ, നീ അതിനു വേണ്ടി നിന്നെ തന്നെ കാത്തു സൂക്ഷിക്കുന്നുവെങ്കിൽ, ദൈവം നീ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നത് എന്തും ദൈവം ചെയ്തു തരും. അതെന്തും ദൈവം ചെയ്യും. എത്ര വലുതാണെങ്കിലും എത്ര ചെറുതാണെങ്കിലും ദൈവം അത് ചെയ്തു തരും. ദൈവം അങ്ങനെ നീതി പുലർത്തുന്ന ഒരു ദൈവമാണ്. നമ്മുടെ ദൈവം നീതിയുടെ ദൈവമാണ്. ഹല്ലേലൂയ. അത്ഭുതങ്ങളുടെ ദൈവമാണ്, അപ്പോൾ തന്നെ ദൈവം നീതിയുടെ ദൈവമാണ്. സ്നേഹത്തിൻ്റെ ദൈവമാണ്, അപ്പോൾ തന്നെ ദൈവം നീതിയുടെ ദൈവമാണ്. നമ്മുടെ ഇടയിൽ ഒരു നീതി കർത്താവിനെ പ്രതി നടപ്പിലാക്കിയാൽ 100% കർത്താവ് നമുക്ക് വേണ്ടി ഒരു പ്രവൃത്തി നടപ്പിലാക്കിയിരിക്കും. ദൈവങ്ങളെ ഇന്ന് ഈ ദിവസം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. God bless you. ആമേൻ, ആമേൻ, ആമേൻ.